കൊല്ലം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ ഇന്ന് കാളകെട്ട് മഹോത്സവം. 52 കരകളിൽ നിന്നായി 200-ൽ പരം കാളകളാണ് ഉത്സവത്തിനായി അങ്ങോട്ടേക്ക് എത്തുക. ഓണാട്ടുകരക്കാരുടെ 28ാം ഓണാഘോഷത്തോടനുബന്ധിച്ചാണ് കാളകെട്ട് ഉത്സവം നടക്കുന്നത്. വിവരങ്ങളുമായി ഓച്ചിറയിൽ നിന്നും മനോജ് ചേരുന്നു. മനോജ്, 200ഓളം കെട്ടുകാളകൾ, കാഴ്ചകൾ ഒക്കെ അങ്ങോട്ടേക്ക് വലിയ ആഘോഷപൂർവ്വം എത്തുന്ന, ഒരു പകലും രാത്രിയും നീണ്ടു നിൽക്കുന്ന വലിയ ആഘോഷമാണ് ഓച്ചിറയിൽ നടക്കുന്നത്. വലിയ ജനസഞ്ചയം തന്നെ ഇത് കാണാനായി അങ്ങോട്ടേക്ക് എത്തുന്നുമുണ്ട്. മനോജ്, ഇപ്പോൾ എവിടെയാണ്? കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും ഞാൻ ഈ ഓച്ചിറ പരബ്രഹ്മമൂർത്തി ക്ഷേത്രത്തിന് മുന്നിലാണുള്ളത്. വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. എന്തായാലും നന്ദികേശന്മാരെ വരവേൽക്കുവാനായി ഓച്ചിറ പരബ്രഹ്മമൂർത്തിക്ക് മുന്നിലുള്ള ഈ പടനിലം ഒരുങ്ങിക്കഴിഞ്ഞു. എന്തായാലും ഈ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട്, അതായത് കാളകെട്ട് മഹോത്സവം 28ാം ഓണത്തിനാണ് നടക്കുന്നത്. അന്നേ ദിവസം വലിയ തിരക്ക് ക്ഷേത്രത്തിൽ അനുഭവപ്പെടും. നിരവധി പേർ വിവിധ ഇടങ്ങളിൽ നിന്നായി ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. വൈകിട്ടോടുകൂടി വലിയ തിരക്കാകും. അതായത് 200ഓളം കാളകൾ, അതായത് നന്ദികേശന്മാർ 52 കരകളിൽ നിന്നായി ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഈ പടനിലം ഒന്നാകെ തന്നെ വലിയ തിരക്കാകും. ക്ഷേത്രത്തിലേക്ക് എത്തി ദർശനം നടത്തുന്ന നിരവധി പേരുണ്ട്. അത് കഴിഞ്ഞ ശേഷമാണ് ഈ കാളകൾ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അതിനോടൊപ്പം ഇവരും അണിനിരക്കുന്നത്. ഓരോ കരകളിൽ നിന്നായി ആവേശകരമായിട്ടുള്ള ഈ കാളകളെയും ആനയിച്ചുകൊണ്ടുള്ള ഘോഷയാത്രകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ രാവിലെ മുതൽ തന്നെ കണ്ടതാണ്. 72 അടി ഉയരമുള്ള നന്ദികേശനായിട്ടുള്ള കാലഭൈരവൻ, അതോടൊപ്പം തന്നെ അതിനു പിന്നാലെ തൊട്ട് വലിപ്പം കുറഞ്ഞ ഓണാട്ടുകതിരവൻ, അങ്ങനെ നിരവധി നന്ദികേശന്മാരാണ് തയ്യാറായി നിൽക്കുന്നത്. അവരൊക്കെ തന്നെ ഊരുചുറ്റാൻ ഇറങ്ങിയിട്ടുമുണ്ട്. അങ്ങനെ ഊരുചുറ്റി എത്തിയാണ് ഇവിടെ ഈ ഓച്ചിറ പടനിലത്തിലേക്ക് അവർ ഒന്നിച്ച് കൂടുന്നത്. ആ മഹാസംഗമത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇവിടെ ഓരോരുത്തരും. ഓരോ സ്ഥലങ്ങളിൽ നിന്നും എത്തുന്ന നിരവധി പേരുണ്ട്. നമുക്ക് ഇപ്പോൾ കാണാം, ഈ ക്ഷേത്രത്തിന് മുന്നിൽ കുഞ്ഞു കാളകളൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നത്. അതായത് ഈ കുട്ടികളൊക്കെ തന്നെ നിർമ്മിക്കുന്ന ചില കാളകളുണ്ട്. അവർ വീടുകളിൽ വെച്ച് നിർമ്മിച്ചുകൊണ്ട് അവർ പൂജിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തുന്ന കാളകളുണ്ട്. എല്ലാവരും ഇങ്ങനെ കാത്തിരിപ്പിലാണ് ഈ കാളകെട്ട് മഹോത്സവത്തിൽ കാണാൻ വേണ്ടിയിട്ട്. രാവിലെ വന്നോ? രാവിലെ തന്നെയാ കാളകെട്ട് കാണാൻ വേണ്ടിയിട്ടാ? ഇനി വൈകിട്ടേ പോകുള്ളൂ? വൈകിട്ടേ പറ്റുള്ളൂ. കണ്ടു തുടങ്ങിയോ? കാളകളൊക്കെ വരുന്നുണ്ടോ? കാളൊക്കെ വരുന്നുണ്ട് അവിടുന്ന്. നേരത്തെ വന്നിട്ടുണ്ടോ? ഇവിടെ എപ്പോഴും വരുന്നയാ. ഇവിടെ അടുത്താ വീട്. രാവിലെ വന്ന് നിങ്ങളെ കരയിൽ കാളയൊന്നുമില്ല? കാള കൊണ്ടുവരുന്നില്ല? ഉണ്ട്, കരയിൽ നിന്ന് കാള കൊണ്ടുവരുന്നു. നേരത്തെ അപ്പോൾ കുട്ടികളൊക്കെ അങ്ങനെ കാത്തിരിക്കുകയാണ്. ഈ കാളകെട്ട് മഹോത്സവത്തിൻ്റെ ഭാഗമാകാൻ ഇവിടെ എത്തിയവരാണ്. ഒരുപാട് പേര് അങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. ഇവിടെ വിശ്രമിക്കുന്നവരൊക്കെ ഉണ്ട്. എന്തായാലും രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് എത്തിയ നിരവധി പേരാണ്. അമ്മ, എത്ര കാലമായി ഇപ്പോൾ ഈ ഒരു കാളകെട്ട് മഹോത്സവത്തിൻ്റെ ഭാഗമാകാൻ തുടങ്ങിയിട്ട്? ചില വർഷമൊക്കെ വരും, എല്ലാ വർഷവും തുടങ്ങിയിട്ടോ അതെനിക്ക് ഓർമ്മയില്ല. അമ്മ എത്ര വർഷമായി ഇതിൻ്റെ ഭാഗമായിട്ട് വരാൻ തുടങ്ങിയിട്ട്? ഞാനൊരു 10-40 വർഷം കൊണ്ടൊക്കെ വരുന്നുണ്ട്. അന്നും ഇന്നും തമ്മിലുള്ള മാറ്റം എന്താ ഇവിടെ? മാറ്റം എന്ന് പറയുന്നത്, അന്ന് ഇത്രയും കാളയൊന്നും ഇല്ലല്ലോ. ഇപ്പൊ കാള ഇഷ്ടം പോലില്ലേ, പിന്നെ ജനങ്ങളും ഇഷ്ടം പോലില്ലേ. അന്നൊക്കെ ചെറിയ കാളകളായിരുന്നു. അന്ന് ഇത്രയും വലിയ കാളയില്ലായിരുന്നു, എന്നാലും ഒരുമാതിരി നല്ല കാളയായിരുന്നു. ഇവിടെ തന്നെയാണോ? ഓച്ചിറ തന്നെയാണോ വീട്? അല്ല, വള്ളികുന്നം. ഇതിലേക്ക് വേണ്ടി വന്നതാണ് രാവിലെ? ദർശനമൊക്കെ കഴിഞ്ഞോ? ദർശനമൊക്കെ കഴിഞ്ഞു. ഈ കാളകെട്ട് കഴിഞ്ഞിട്ട് പോകും? ഇനിയും കാളയൊന്ന് കണ്ടിട്ടേ പോകത്തുള്ളൂ. തുടങ്ങിയ കാളകളൊക്കെ കണ്ടില്ലല്ലോ. അവിടെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ ഒരു കാളയൊക്കെ എല്ലാം റെഡിയാക്കുന്നത്. എന്തായാലും രാത്രിയാവും? രാത്രിയൊന്നും മാത്രം, അതിന് വേണ്ടി പിള്ളേരൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ വരാൻ കൂടെ വരും? സാധാരണ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുട്ടികളിലേക്ക് അവർക്കൊക്കെ വലിയ ആഗ്രഹമൊക്കെ ഉണ്ടാവുമല്ലേ കാണണം? അതെ, കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അവരെയും കൂടെ കൊണ്ടുവന്നു. അങ്ങനെ ഓരോരുത്തരും അങ്ങനെ കാത്തിരിപ്പില്ലാണ്. അമ്മ എവിടുന്നാ വരുന്നേ? ഞാൻ മുഖത്തല. രാവിലെ വന്നോ? ഇന്നലെ വന്നു. ഇനി കാളകെട്ട് കഴിഞ്ഞിട്ട് പോകും? അത്രേ ഉള്ളൂ. എല്ലാ വർഷം വരുന്നതാണോ? എല്ലാ വർഷം വരും. മുമ്പുള്ള പോലെ തന്നെയാണോ ഇപ്പൊ? മാറ്റമുണ്ട്, ഉണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഇവിടെ എത്തി കാത്തു നിൽക്കുന്നുണ്ട്. മനോജ്, ഈ ക്ഷേത്ര നടയിലേക്ക് ഈ കാളകൾ എത്തുന്ന സമയം എപ്പോഴാണ്? ഉച്ചയ്ക്ക് ശേഷമാണോ എത്തുന്നത്? കാളകളുടെ ദൃശ്യങ്ങൾ രാവിലത്തെ വാർത്തയിലൊക്കെ മനോജ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അപ്പോൾ വലിയ ഓരോ ദേശങ്ങളും അവർ വർഷങ്ങളായി കാത്തിരുന്ന് അതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്തിയാണ് വലിയ കാളകളെ, അതായത് കെട്ടുകാളകളെ ഒരുക്കി അങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. അത് ഏത് സമയം മുതലാണ് അങ്ങോട്ടേക്ക് കാളകളെ എഴുന്നള്ളിച്ച് തുടങ്ങുക? കാളയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ എന്തായാലും ക്ഷേത്രത്തിന് സമീപത്തേക്ക്
കെട്ടുകാളകൾ എത്തിയിട്ടുണ്ടോ? ആ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയില്ലല്ലോ മനോജ്. രാവിലെ മുതൽ തന്നെ കുഞ്ഞു നന്ദികേശന്മാരുമായി നിരവധി പേർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ പടനിലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായാണ് ഈ കാളകളെ കൊണ്ടുവരിക. അവസാനം അതായത് വൈകിട്ടോടുകൂടി ആണ് ഈ കാളകളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുക. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പല സ്ഥലങ്ങളിലായി, അതായത് ഈ പടനിലം എന്ന് പറയുന്നത് തന്നെ ഈ ഓച്ചിറ പരബ്രഹ്മമൂർത്തി ക്ഷേത്രത്തിന് മുന്നിലുള്ള വലിയൊരു ഗ്രൗണ്ടാണ്. ഈ പടനിലത്തിൻ്റെ പല ഭാഗത്തായാണ് കാളകൾ അണിനിരക്കുക. ഒന്നോ രണ്ടോ കാളകളാണ് ഇപ്പോൾ വലിയ കാളകൾ എത്തിയിട്ടുള്ളത്. കുഞ്ഞു കാളകളൊക്കെ തന്നെ ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് അവർ കൊണ്ടുവരും. അതിനുശേഷം ഓരോ സ്ഥലത്തായി അങ്ങനെ വയ്ക്കുമെന്നുള്ളതാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ ഈ ദർശനമൊക്കെ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് ഇവിടേക്ക് എത്തുന്ന നിരവധി പേരുണ്ട്. അവരൊക്കെ ഈ ദർശനം കഴിഞ്ഞ് ഈ കാളകെട്ട് മഹോത്സവം കഴിഞ്ഞിട്ട് മാത്രമേ ഇവിടെ നിന്ന് പോവുകയുള്ളൂ. എന്തായാലും അങ്ങനെ ഈ ഒരു ക്ഷേത്ര പരിസരത്ത് നോക്കുകയാണെങ്കിൽ ഈ ഉത്സവത്തിൻ്റെ ഭാഗമാകാൻ എത്തിയിരിക്കുകയാണ് നിരവധി പേര്. ഈ കാളകെട്ടിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് കാർഷിക വൃദ്ധിക്കായി, അതായത് സമ്പന്നമായിട്ടുള്ള സമൃദ്ധമായിട്ടുള്ള ഈ വിളവെടുപ്പിന് ശേഷം ഈ കർഷകർക്ക് നന്ദി പ്രകടനം, അതായത് കാളകൾക്കുള്ള നന്ദി പ്രകടനം കൂടെയാണ് ഈ ഒരു കാളകെട്ട് മഹോത്സവം. അതോടൊപ്പം തന്നെ ഈശ്വര വിശ്വാസത്തിൻ്റെ ഭാഗം കൂടിയാണ്. എന്തായാലും നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഇവിടെയുള്ള തിരക്കാണ്. ജനങ്ങളൊക്കെ അങ്ങനെ രാവിലെ മുതൽ തന്നെ ഇന്നലെയും എത്തിയവരുണ്ട്. ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ ശേഷം കാളകെട്ട് മഹോത്സവം എന്നുള്ളത് ഇവിടെ വലിയ തിരക്കാവും. അപ്പോഴേക്കും വിവിധ ഇടങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ എത്തും. എന്തായാലും ഈ കാളകെട്ട് മഹോത്സവത്തിൽ പങ്കെടുക്കാവുന്നതാണോ? അങ്ങനെയാണ്. അതെ. എവിടെ നിന്നാണ് വരുന്നത്? കറ്റാനം. ദർശനമൊക്കെ കഴിഞ്ഞു ഇനി വെയിറ്റ് ചെയ്യും അല്ലേ? വെയിറ്റ് ചെയ്യും. അങ്ങനെ കാത്തിരിപ്പിലാണ് എല്ലാവരും. എന്തായാലും നമുക്കിനി ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഇവിടുത്തെ ഈ പടനിലം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിന് മുന്നിലെ ഈ വലിയൊരു സ്ഥലമാണ്. ഈ സ്ഥലത്തേക്കാണ് ഓരോ കാളകളായി എത്തുന്നത്. അതിനി രാവിലെ മുതൽ തന്നെ അവരുടെ സ്ഥലങ്ങളിൽ നിന്നും തിരിച്ചു കഴിഞ്ഞു. ഓരോ കരക്കാരും ആവേശപൂർവ്വം അങ്ങനെ ആ ഊരുചുറ്റ് തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ ആ നന്ദികേശന്മാരുമായി അവർ ഓരോ പാത വഴി ഇങ്ങോട്ടേക്ക് ഈ ക്ഷേത്രത്തിന് മുന്നിലേക്ക് എത്തുമെന്നുള്ളതാണ്. അത് അത്രയും സമയമെടുക്കും. കാരണം വലിയ കാളകളുണ്ട്. കൂറ്റൻ കാളകളെന്ന് പറയുമ്പോൾ ഞാൻ രാവിലെ കാണിച്ചിരുന്നു 72 അടി ഉയരമുള്ള കാളകൾ. അത്തരത്തിലുള്ള കൂറ്റൻ നന്ദികേശന്മാരുമായി അവർ ഈ പാത കടന്ന് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും. എത്തിച്ചേരുമ്പോൾ തന്നെ വൈകിട്ടാകുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിൽ അങ്ങനെ ഓരോരുത്തരും ഇവിടെ ക്ഷേത്രത്തിന് മുന്നിലുണ്ട്. നമ്മൾ രാവിലെ ഉണ്ടായിരുന്നത് ആദ്യം കാലഭൈരവന് മുന്നിലേക്ക് പോയി, അത് കഴിഞ്ഞ ശേഷമാണ് ഓണാട്ട് കതിരവൻ്റെ മുന്നിലേക്ക് പോയത്. അങ്ങനെ നിരവധി കാളകൾ ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ്. എവിടെ നിന്നാണ് വരുന്നത്? എല്ലാ വർഷം വരുന്നതാണോ? വയ്യാങ്കിലും വരും. അമ്മയൊരു രോഗിയും കൂടെ. ദർശനം കഴിഞ്ഞോ? പോവാ വയ്യ. ഇവിടെ വന്നപ്പോഴത്തേ ഇരുന്ന് പോയി. കാളകെട്ടിന് നിൽക്കുന്നില്ല? ഇല്ല, അവിടെ പോയി കാണാൻ. എല്ലാ വർഷവും ഇങ്ങനെ ഈ ഒരു കാളകെട്ടിൻ്റെ ഭാഗമാകുന്ന നിരവധി പേരാണ് ഇവിടെ എത്തി നിൽക്കുന്നത്. അതൊക്കെ ഈ ഓച്ചിറയെ സംബന്ധിച്ചിടത്തോളം ഈ 28ാം ഓണമാണ് അവരുടെ ഒരു യഥാർത്ഥ ഓണം. കാരണം ഈ ഒരു ഉത്സവ ലഹരിയിൽ തന്നെയാണ് ഓരോ നാട്ടുകാരും. അവിടെ ജാതി മത വർണ്ണ വ്യത്യാസമൊന്നും ഇല്ലാതെ തന്നെ എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഈ നാടിൻ്റെ ഉത്സവമായി ഈ കാളകെട്ട് മഹോത്സവത്തെ കാണുന്നു എന്നുള്ളതാണ്. അതിനുവേണ്ടി കൂടുതലും കുട്ടികളടക്കം ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. സാധാരണ ഈ ഉത്സവങ്ങളിൽ കുട്ടികൾ പങ്കെടുക്കുന്നത് കുറവാണ് എന്നുള്ളൊരു അഭിപ്രായം നമുക്കിടയിലൊക്കെ ഉണ്ട്. പക്ഷേ ഈ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കാള കെട്ടുന്നതിനായാലും ഒക്കെ നേതൃത്വം നൽകുന്നത്. അത്തരത്തിൽ യുവാക്കളടക്കം ഈ വലിയ കാളകളൊക്കെ കെട്ടുന്നത് യുവാക്കളുടെ നേതൃത്വത്തിലാണ്. അങ്ങനെ ഒരു പുതുതലമുറയ്ക്കാകെ പകർന്നു നൽകുന്ന ഒരു ഉത്സവം അത് തന്നെയാണ്. ആ ഒരു ഉത്സവ ലഹരിയിൽ തന്നെയാണ് ഓരോരുത്തരും. എന്തായാലും ഈ ക്ഷേത്രത്തിന് മുന്നിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ പടനിലത്തേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു 1-2 കാളകൾ മാത്രമാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഈ പടനിലത്തിൻ്റെ പല ഭാഗത്തായാണ് അവർ കാത്തു നിൽക്കുന്നത്. നേരത്തെ ഓരോ സമിതികളും ക്ലബ്ബുകളും അടക്കം ഇപ്പോൾ കാളകളെ കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് ഇനി കുഞ്ഞിക്കാളകളുണ്ട്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ വീടുകളിൽ നിന്ന് ഇവിടേക്ക് എത്തിക്കുന്ന, വീടുകളിൽ വെച്ച് പൂജിച്ച ശേഷം ഇവിടേക്ക് ഈ 28ാം ഓണ ദിവസം ഇവിടേക്ക് എത്തിക്കുന്ന കുഞ്ഞിക്കാളകൾ അത് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ നമ്പറും അനുസരിച്ചാണ് ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. അങ്ങനെ രാവിലെ മുതൽ ഇവിടേക്ക് എത്തിയ ഈ കുഞ്ഞ് കാളകളാണ്, നന്ദികേശന്മാരാണ് ഇവിടെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ പടനിലത്തിൻ്റെ ഒരു ഭാഗത്ത് എത്തിച്ചിരിക്കുന്നത്. അവർക്ക് കൃത്യമായിട്ടുള്ള നമ്പർ നൽകിയിട്ടുണ്ട്. ഈ നമ്പറിനനുസരിച്ചാണ് ഈ കാളകളെ ഇവിടേക്ക്
എത്തിക്കുന്നത്. ഇത് ചെറിയ വീടുകളിൽ നിന്നും എത്തിക്കുന്ന കാളകളാണ്. അതിൽ കൃത്യമായും പൂമാല ചാർത്തിക്കൊണ്ട് അലങ്കാരമൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ജോഡി നന്ദികേശന്മാർ അതിൽ നെറ്റിപ്പട്ടം ചുറ്റി, മുകളിൽ അയ്യപ്പൻ്റെ ചിത്രമടക്കമുണ്ട്. എന്തായാലും ഇനിയും കാളകൾ എവിടേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ പടനിലത്തിൻ്റെ ഓരോ ഭാഗത്തായാണ് ഈ ഓരോ സമിതികളും എത്തിച്ചിരിക്കുന്ന കാളകളുള്ളത്. പുറത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ അമ്മമാരടക്കം ഉള്ള ഭക്തർ ഇവിടേക്ക് എത്തി കാത്തു നിൽക്കുന്നുണ്ട്. അവരുടെ ഈ ഒരു നന്ദികേശന്മാരെയൊക്കെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു വശമാണ്. ഇവിടെയാണ് ഈ പടനിലത്തിൻ്റെ ഒരു വശത്താണ് ഇവിടെ ഒരു നന്ദികേശൻ അങ്ങനെ ഒരുങ്ങി എത്തി. മനോജ്, ആ നന്ദികേശനെ കൂടി ഒന്ന് കാണിച്ചാൽ നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോകാം. ഈ കാളകെട്ടിൻ്റെ ഭാഗമായി അവിടെ ഒരുക്കി എത്തിച്ചിട്ടുള്ള ഒരു നന്ദികേശൻ്റെ രൂപം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ദിവസങ്ങളോളം പണിപ്പെട്ടാണ് ഇത്തരം വലിയ കെട്ടുകാളകളെ ഒരുക്കുന്നത്. ഇത് എഴുന്നള്ളിച്ച് കൊണ്ടുവരുമ്പോൾ അവിടുത്തെ വൈദ്യുതി ലൈനുകൾ പോലും അഴിച്ചു മാറ്റിയാണ് അധികൃതർ അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകുന്നത്. എല്ലാ വർഷവും ഇത്തരത്തിലുള്ള വലിയ ഓച്ചിറ കെട്ടുകാഴ്ച, കാള കെട്ട് കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് എത്തുന്നത്. അത്തരത്തിൽ അവിടെ ഒരുക്കി എത്തിച്ച ഒരു നന്ദികേശൻ്റെ രൂപം നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ടല്ലോ. നന്ദഗോപൻ, മനോജ് തീർച്ചയായും നേരത്തെ എത്തിയിട്ടുള്ള ഒരു നന്ദികേശനാണിത്. 167 നമ്പറാണ്. എന്തായാലും ഒരു കരയിൽ നിന്നും ഇങ്ങനെ നന്ദികേശന്മാർ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇത് നമുക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ രണ്ട് ഈ നന്ദികേശൻ്റെ ശിരസ് കാണാം. അതോടൊപ്പം തന്നെ പൂമാല ചാർത്തി മുകളിൽ ശിവൻ്റെ, അതായത് മഹാദേവൻ്റെ ഒരു ചിത്രവും കൂടെയുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നന്ദികേശനെ സംബന്ധിച്ചിടത്തോളം വിവിധ ഇടങ്ങളിൽ കുട്ടികളടക്കം അങ്ങനെ നിർമ്മിച്ചുകൊണ്ട് അവരൊക്കെ ആഘോഷപൂർവ്വം ഇങ്ങോട്ടേക്ക് എത്തിക്കുമ്പോൾ അതിന് കൃത്യമായുള്ള ചരിത്രം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ ഒരു കാർഷിക ചരിത്രവും ദൈവവിശ്വാസവും എല്ലാ തരത്തിലുള്ള ഒരു ഹൈന്ദവ ആചാരപ്രകാരമാണ് ഈ ഒരു ഉത്സവം ഇവിടെ നടക്കുന്നത്. കാർഷിക സമൃദ്ധിയുടെ വലിയ കെട്ടുകാഴ്ച തന്നെയാണ് ഓച്ചിറ കാളകെട്ട് ഉത്സവം. അതിൻ്റെ ഭാഗമായി 200ഓളം കാളകളാണ് വിവിധ ദേശങ്ങളിൽ നിന്നായി അങ്ങോട്ടേക്ക് എത്തുന്നത്. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ഈ അനുഷ്ഠാന വിശേഷങ്ങൾ നിലനിൽക്കുന്നത്. തത്സമയ വിവരങ്ങൾ നൽകുകയായിരുന്നു ഓച്ചിറയിൽ നിന്നും എം മനോജ്.